ഹലോ ഹായ് നമസ്കാരം, ഞാൻ അഭിന. എല്ലാവർക്കും ഒരിക്കൽ കൂടി അബീസ് വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമ്മുടെ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള കുറച്ച് ഇടിയപ്പം, അതുപോലെ തന്നെ ഗ്രീൻ പീസ് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി പിള്ളേർക്ക് ഈവനിങ് കഴിക്കാൻ പറ്റിയൊരു സ്നാക്സ്, ഒരു നൂഡിൽസ് പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. വളരെ ഈസിയാണ്, വലിയ പണിയൊന്നുമില്ല. ആദ്യം തന്നെ ഗ്രീൻ പീസ് നമ്മൾ വേവിച്ച് വെക്കണം, ഉപ്പിട്ടിട്ട് വേവിച്ച് വെക്കുക. അതിനുശേഷം ഒരു ചട്ടി വെച്ച് അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ച്, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കേട്ടോ, നമുക്ക് കടുകൊക്കെ പൊട്ടിച്ച് അതിനകത്തേക്ക് സവാള ആഡ് ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സവാളയാണ്. സവാള ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റി വന്നതിന് ശേഷം നമുക്കതിനകത്തേക്ക് കുറച്ച് ആവശ്യത്തിന്, ഓൾറെഡി ഗ്രീൻ പീസിൽ ഉപ്പിട്ടതുകൊണ്ട് കുറച്ച് ഈ സവാളയ്ക്ക് വേണ്ട പാകത്തിനുള്ള ഉപ്പ് മാത്രമേ ആഡ് ആക്കുന്നുള്ളൂ. ആ ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്ന കുറച്ച് മസാലപ്പൊടികളാണ്. ഒന്ന് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം, നമ്മൾ ഒരുപാട് മസാലപ്പൊടിയൊന്നും വേണ്ട, കുരുമുളകും ഗരം മസാലയും മാത്രമേ ഞാൻ ആഡ് ആക്കുന്നുള്ളൂ. വേറെ ഒരു മസാലയും ഇതിൽ ആഡ് ആക്കുന്നില്ല. ഗരം മസാല കുറച്ച്, ഒരാവശ്യത്തിന് പാകത്തിന് കുറച്ച് ഗരം മസാലയും മാത്രമാണ് ആഡ് ആക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ക്യാരറ്റാണ്. അപ്പം നിങ്ങൾക്ക് വേറെ വല്ലതും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ക്യാരറ്റും യൂസ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൽ. അപ്പം ക്യാരറ്റും ഗ്രീൻ പീസും ഈ എന്താ പറയുക, നമ്മുടെ ഇടിയപ്പം എല്ലാം കൂടി ആകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു റെസിപ്പി തന്നെ നമുക്ക് കിട്ടും. രാവിലെയും ഇടിയപ്പം കൊടുത്ത് സ്നാക്സിനും കൊടുത്തു വിട്ട് പിന്നെ വൈകിട്ടും കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർക്കത് ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങളെ തട്ടിക്കൂട്ടി പറ്റിക്കാൻ പറ്റിയൊരു ഡിഷ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ആക്കാൻ പോകുന്നത് നമ്മുടെ ഗ്രീൻ പീസാണ്. അപ്പോൾ ഗ്രീൻ പീസ് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ വെള്ളം ആഡ് ആക്കാതെ ഗ്രീൻ പീസ് മാത്രം വറ്റിച്ചെടുത്തിട്ട് നമുക്ക് അതിടാം. പക്ഷെ ഞാൻ വെള്ളത്തോട് കൂടിയാണ് ആഡ് ആക്കിയത്. എന്താ വെച്ചാൽ ആ ഒരു ഗ്രീൻ പീസിൻ്റെ ഒരു ടേസ്റ്റ് വെള്ളത്തിന് നന്നായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അതും ഈ വെജിറ്റബിളിലൊക്കെ മൊത്തത്തിലൊന്ന് പിടിച്ച് കിട്ടട്ടെ വെച്ച് കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് ഇടല്ലോ. 5 മിനിറ്റ് നമ്മൾ തിളപ്പിക്കണം, വറ്റിച്ചെടുക്കണം. ഇത് അല്ല ഒന്നുകൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് ഓർത്തിട്ട് ഞാൻ ഇങ്ങനെയാണ് ആഡ് ആക്കി എടുത്തത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് വറ്റി വരുന്ന സമയത്ത് നമ്മൾ ഇടിയപ്പം ഇതിലേക്ക് ആഡ് ആക്കും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് 2 മുട്ട ഞാൻ ഇതിൽ ആഡ് ആക്കുന്നുണ്ട്. അങ്ങനെ 2 മുട്ടയും കൂടെ ചേർത്ത് എടുക്കുക കേട്ടോ. 2 മുട്ടയും ചേർത്ത് ആ മുട്ടയിലേക്ക് വേണ്ട ഒരു നുള്ളു ഉപ്പും കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു വെജിറ്റബിൾസിൻ്റെ ഗ്രീൻ പീസിൻ്റെ ഒക്കെ അതിലേക്ക് നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് 3ഉം കൂടെ, അതായത് ക്യാരറ്റ്, ഗ്രീൻ പീസ്, സവാള, ഈ മുട്ടയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുള്ള ഇടിയപ്പമൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ സ്പൂൺ വെച്ച് നമ്മൾ നന്നായിട്ട് ഉടച്ചെടുക്കേണ്ടി വരും. അതിലും നല്ലത് നമ്മൾ എന്താ പറയുക, ഇടിയപ്പം ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കും ഞാൻ. അപ്പം ഇതേപോലെ ഇടിയപ്പം പൊടിച്ചിട്ട് നമ്മൾ ഈ ഒരു മിക്സിലേക്ക് ആഡ് ആക്കി കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി എന്താക്കുക, നല്ല മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഈ ഒരു മിക്സ് നമ്മൾ എത്രത്തോളം മിക്സ് ചെയ്യുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടും. വേണമെങ്കിൽ കുറച്ച് വേപ്പിലൊക്കെ ചേർത്ത് നല്ലൊരു ഭംഗിയാക്കി എടുക്കാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നമ്മുടെ ബാലൻസ് വരുന്ന ഇടിയപ്പം കൊണ്ട് നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കുക. രാവിലെ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിടേണ്ട ഒരു ബുദ്ധിമുട്ടുള്ളൂ. ഗ്രീൻ പീസ് ഒന്ന് ആയി വരേണ്ട ഒരു ഇത് മാത്രമേ ഉള്ളൂ. വേറെ എന്താ, 5 മിനിറ്റ് കൊണ്ട് ഈ സാധനം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. വലിയൊരു ബുദ്ധിമുട്ടോ കാര്യമൊന്നുമുള്ള പണിയല്ല. കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് നമുക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്യാം. സൂപ്പർ ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. ഇവിടെ അമ്മ അങ്ങനെ ഒരു ഇതൊന്നും കഴിക്കാത്ത, പക്ഷെ അമ്മയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ബൈ.